പൂജയുടെ താലം തട്ടി താഴെയിട്ടാൽ അതോടെ എല്ലാം തീരും. പിന്നെ പൂജയില്ല, പേരുമില്ല, ഒന്നും ഉണ്ടാവില്ല. ആക്ഷേപം മാത്രമല്ല, ഇനിയൊരു 10 ദിവസത്തേക്ക് അവൾക്ക് ഈ വീട്ടിൽ നരകമായിരിക്കും. ഗുഡ് ഐഡിയ ചെറിയമ്മേ. പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നേ? നീ കാത്തിൽ എന്താ അവക്ക് പറ്റിയത്? കാലത്ത് തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. അതാ അവള് ബോധം കെട്ട് വീണത്. ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരച്ചമ്മേ. എടാ വിവേക്, ഒന്ന് നിന്നേ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇവൾക്ക് വെള്ളം കൊടുത്താ കാലത്ത് തൊട്ടുള്ള പൂജയ്ക്ക് ബലം ഉണ്ടാവില്ല. അവളുടെ വ്രതം മുടങ്ങുകയും ചെയ്യും. മിഥുനോടൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഹലോ ഡാഡ്. മിഥുൻ, നീ എവിടെയാ മോനെ? ഇവിടെ തന്നെ ഉണ്ട് മോം. ഇവിടുന്ന് പറഞ്ഞ എവിടെ പോയി നിൽക്കോടാ? നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. മേഘൻ ഇവിടെ ബോധം കെട്ട് വീണ് കിടക്കുക. നീയാണ് അവൾക്ക് വെള്ളം കൊടുക്കേണ്ടത്. നീ അല്ലാതെ മറ്റാരത് ചെയ്യാൻ പാടില്ല. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. വരുന്നു മാം. മിഥുൻ, അവളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. മിഥുൻ, നിന്റെ കൈകൊണ്ട് മധുരം കൊടുക്ക.
എല്ലാവരുടെയും പൂജ കഴിഞ്ഞിരിക്കുക. ഇനി നീയേ ഉള്ളൂ. അതായിട്ട് എന്തിനാ ബാക്കി നിർത്തുന്നേ? എന്താടി എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നോക്കി നിൽക്കുന്നത്? അതങ്ങ് വിഴുങ്ങടി. അല്ലെങ്കിൽ മേഘനെടുത്തിയ പോലെ നീ ബോധം കെട്ടി വിടാൻ ഞാൻ പിടിച്ചു വെക്കുന്നൊന്നും കരുതണ്ട. ചെറിയമ്മേ, വിവേകിന്റെ ചാരുവിന്റെ കളി കണ്ടോ? എല്ലാം ഞാൻ കാണുന്നുണ്ട് ഹർഷിണി. അവർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ചേച്ചി വിജയകരമായി പൂത്തിരുവാതിര പൂജ പൂർത്തിയാക്കിയതും അതിന്റെ ഇടയ്ക്കൂടെ അവള് ചുളിവിൽ എന്റെ മോനെ വലവീശി പിടിക്കാൻ നോക്ക. ഇതിന് ഞാൻ അവക്കൊരു പണി കൊടുക്കും. വെച്ചിട്ടുണ്ട് ഞാൻ. മഞ്ജരി നല്ല ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയിരിക്കുന്നേ. ഇപ്പൊ വിളിച്ച അവള് സംസാരിക്കൂ എന്തോ. അവിടെ നിന്നേ. എന്താ ആന്റി? ഒട്ടകത്തിന് കൂടാരത്തിൽ മുഖം മറയ്ക്കാൻ സ്ഥലം കൊടുത്തപ്പോ പയ്യെ പയ്യെ കൂടാരം മുഴുവൻ കയ്യിലാക്കിയ പോലെ. എന്താടി, ഈ വീട്ടിൽ കയറി പറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? ആന്റി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവുമായിരുന്നു. പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തത്ര പൊട്ടിയാണ് നീയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാവരെയും വാഗ്ജാലത്താൽ മയക്കിയെടുക്കാനും സൗകര്യത്തിന് കയ്യിലെടുക്കാനും കുടുംബത്തിന് മൊത്തം നല്ല മിടുക്കാണല്ലോ. ആന്റി വളച്ചു ചുറ്റി പറയുന്ന കാര്യങ്ങളോ ദ്വയാർത്ഥത്തോടെ ഉപയോഗിക്കുന്ന വാക്കുകളോ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായമൊന്നും എനിക്കായിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണം ആന്റി. നിന്റെ ചേച്ചി ഈ വീട്ടിലെ മരുമോളായോണ്ടാ നിനക്ക് ഇവിടുത്തെ പടി ചവിട്ടാൻ അവസരം കിട്ടിയത്. ആ അവസരം ദുരുപയോഗപ്പെടുത്താതിരിക്കുന്നിടത്തോളം നിനക്ക് കൊള്ളാം. നിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ പടിക്ക് പുറത്തു നിർത്തും ഞാൻ. വലിയ വീട്ടിലെ ചെറുപ്പക്കാരെ അടിച്ചു മാറ്റാൻ കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വല്ലതും അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക്. വിവേകിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാൽ നീ വിവരം അറിയും. എന്റെ അവസ്ഥ എന്താണെന്നും സ്ഥാനം എന്താണെന്നും ആന്റി പറഞ്ഞു തന്നിട്ട് മനസ്സിലാവേണ്ട അത്ര ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ. സൗഹൃദം എന്താണെന്നും സ്നേഹം എന്താണെന്നും ആരെവിടെ നിർത്തണമെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ ഉപദേശിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രത സ്വന്തം മോന്റെ കാര്യത്തിലും ആവാം. വിവേക് എന്നോട് ഏത് വിധത്തിലാ പെരുമാറുന്നെന്നുള്ളത് ഒന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. ആന്റിക്ക് പറ്റുമെങ്കിൽ മകനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാ എന്റെ മോൻ നിന്റെ പുറകെ നടക്കുവാണെന്നാണോ പറഞ്ഞേ? ആന്റിയുടെ മോന്റെ പുറകെ നടക്കേണ്ട കാര്യം എനിക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആന്റിയുടെ മോനെ വളയ്ക്കാൻ മറ്റാരെങ്കിലും പോലെ ഞാൻ നടക്കുകയാണെന്നുള്ള ധാരണ ആന്റി ഒന്ന് തിരുത്തണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതുവരെ ആന്റി അങ്ങനെയുള്ള പെൺകുട്ടികളെ മാത്രമായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ പോലത്തെ പെൺകുട്ടികളെ അതിനൊന്നും കിട്ടില്ല. പദവിയും പണവും നോക്കി പുരുഷന്മാരുടെ പുറകെ നടക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പുറകെ നടത്തിക്കുന്നതോ ഞങ്ങളുടെ കുടുംബത്തിൽ ശീലിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ തന്നെ എന്നോട് ഇതൊക്കെ എന്തിനു പറയുന്നു? സ്വന്തം മോനെ പറഞ്ഞ് നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചാ അത് മതിയല്ലോ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ആന്റി. എന്തൊരു അഹങ്കാരം അവൾക്ക്. അവളുടെ ചേച്ചിയെ പോലെ അവൾ അത്ര പാവൊന്നുമല്ല. മുറ്റ സാധന. ഇവളെങ്ങനെ വിടാൻ പാടില്ല. പ്രായത്തെ പോലും ബഹുമാനിക്കാതെ എന്തൊരു തർക്കത്തിൽ അവള് പറഞ്ഞിട്ട് പോയിരിക്കുന്നേ. അവളുടെ അഹങ്കാരത്തിന്റെ ധ്വനി എന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ആ മുറിവിനുള്ള മരുന്ന് അവളുടെ അധപ്പതനത്തിലൂടെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ പ്രിയമതയല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ചേച്ചി ഈ വീടിന്റെ പടിപ്പുര കടന്ന് പോകേണ്ടവളല്ലേ. ഈ മതം പിടിച്ച ആനകളെ തളയ്ക്കാനുള്ള ഒരവസരവും ഇനി ഞാൻ പാഴാക്കില്ല. എന്നോട് ഇന്ന് അവള് പറഞ്ഞ വാക്കുകളുടെ പേരിൽ വളരെ വൈകാതെ അവള് കരഞ്ഞിരിക്കും. ഈ പ്രിയമത ആരാന്ന് അവള് കരുതിയേ?
ഇതെന്താ ഇവള് കട്ട് ചെയ്യുന്നേ? ആ പറയും ഇത്. ആന്റി, മഞ്ജരി ഇല്ലേ ഇവിടെ? അവളെന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ആന്റി ഒന്ന് ആ ഫോൺ മഞ്ജരിയുടെ കയ്യിൽ കൊടുക്കാവോ? അവള് നല്ല ദേഷ്യത്തിലാ. ഇപ്പൊ നിന്നോട് അവള് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിഥുൻ. പ്ലീസ് ആന്റി, ആന്റിയെ ഫോണൊന്ന് അവളുടെ കൊടുക്ക്. ശരിയെന്നാ, നീ ഒന്ന് നിക്ക് നോക്കട്ടെ. മോളെ, മിഥുന വീഡിയോ കോളില് എന്നെ കുറച്ചു നേരത്തേക്കൊന്ന് തനിച്ചു വിടാൻ പറഞ്ഞേക്കുമോ? നീ ഒന്ന് അവനോട് സംസാരിച്ചു നോക്ക്. വാട്ട് ഇസ് ദിസ് മഞ്ജരി? ഞാൻ എത്ര വട്ടം നിന്നെ ഫോൺ വിളിച്ചേ? നീ എന്തിനാ കട്ട് ചെയ്യുന്നേ? നീ റിലേഷൻഷിപ്പ് തന്നെ കട്ട് ചെയ്യാൻ തയ്യാറായ സ്ഥിതിക്ക് ഞാൻ ഫോൺ കട്ട് ചെയ്ത അതാണോ തെറ്റ്? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ആരാ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ നോക്കുന്നേ? അങ്ങനെയല്ലെന്ന് നിനക്ക് പറയാൻ പറ്റൂ. പൂജ ആദ്യം ഞാൻ ഫിനിഷ് ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? ചന്ദ്രൻ ഉദിച്ചതും ആദ്യം ഞാൻ നിന്നെ കാണണമെന്നും പറഞ്ഞിരുന്നു. ആരെക്കാളും മുൻപ് നിന്റെ കൈകൊണ്ട് വെള്ളം തന്ന് എന്റെ പൂജ പൂർത്തിയാക്കണം നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? എന്റെ വാക്കുകൾക്ക് ഒരു വിലയും തന്നില്ല. അതിന് കാരണം എന്താ? ഭാര്യയോടുള്ള നിന്റെ സ്നേഹം, അവളുടെ വാക്കിന് നീ കൊടുക്കുന്ന വില, അതല്ലേ ശരി? നിന്റെ വാക്കിന് വിലയുള്ളതുകൊണ്ടല്ലേ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ മഞ്ജരി ഞാൻ നിന്നെ ഇങ്ങനെ കടന്ന് വിളിക്കുന്നേ? കള്ളം പറയണ്ട മിഥുൻ. നിന്റെ പ്രവൃത്തികളിൽ നിന്നെല്ലാം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എന്റെ പൂജ ഇടയ്ക്ക് വെച്ച് മുടങ്ങാൻ വേണ്ടി നീ മനഃപൂർവ്വം എന്റെ താലം തട്ടിക്കളഞ്ഞതല്ലേടാ? വാട്ട്? മനഃപൂർവ്വമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നീ തെറ്റിദ്ധരിക്കുന്നേ? നിന്നെ പ്രണയിക്കുന്ന ഞാൻ നിന്റെ പൂജ മുടക്കണമെന്ന് എന്തിനാ വിചാരിക്കുന്നേ? നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ഓരോ വാക്കും പറയാൻ. നീ അഭിനയിക്കുന്നു വേണ്ട. എന്നോടിപ്പം നിനക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല മിഥുൻ. ഇപ്പൊ നിന്റെ ഇൻട്രസ്റ്റ് എല്ലാം ആ പുതിയ ഭാര്യയോടാ. അതുകൊണ്ടാണ് നീ എന്നെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതും മേഘനയോട് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല മഞ്ജരി. ഇനി ഞാൻ എങ്ങനെ പറഞ്ഞാലാ നീ വിശ്വസിക്കുക? കല്യാണം കഴിഞ്ഞ രണ്ടുപേർക്കിടയിലേക്ക് അനാവശ്യമായി കടന്നു വന്ന് ഞാൻ വല്ലാണ്ട് തരം താഴ്ന്ന പോലെ തോന്നുന്നു എനിക്ക്. നീയായിട്ട് എനിക്കുള്ളത് ഒരു അവിഹിത ബന്ധമാണെന്ന് പോലും എനിക്ക് തോന്നി പോകുന്നുണ്ട് മിഥുൻ. എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു മഞ്ജരി? മേഘന എന്റെ ഭാര്യയാണെന്നുള്ളതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ അന്നും ഇന്നും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്ര. അതെന്താ നീ മറന്നു പോകുന്നേ? നിന്റെ ഈ മായ വാക്കുകളിൽ മയങ്ങി മണ്ടിയാവാൻ ഞാൻ തയ്യാറല്ല. നീ എന്താണെന്നും നിന്റെ മനസ്സിൽ എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ നീ എന്നെ ഒന്ന് വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടേ മഞ്ജരി? എല്ലാം ഊരി മാറ്റ്. ആ മേഘനയുമായി ബന്ധപ്പെടുന്നതൊന്നും നിന്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഊരി വലിച്ചെറിയ ഇപ്പൊ തന്നെ. വാട്ട് യു മീൻ? നീ എന്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നേ? നിനക്ക് ആ മേഘനയോട് അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേടാ കല്യാണത്തിന് അവര് സമ്മാനിച്ച മാലയും മോതിരവും ഇപ്പോഴും നിന്റെ ശരീരത്തിൽ കിടക്കുന്നേ. ഇനിയൊരു നിമിഷം പോലും അത് നിന്റെ ദേഹത്തുണ്ടാവാൻ പാടില്ല മിഥുൻ. ഇത് നമ്മളും തമ്മിൽ എന്താ ബന്ധം? അത് നിന്റെ ഭാര്യയുടെ ഓർമ്മയായിട്ടല്ലേ കിടക്കുന്നേ. ശരിക്കും നിനക്ക് മേഘനയോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അടുത്ത ക്ഷണം നീ അത് ഊരി എറിയായിരുന്നു. ഇഷ്ടവും ഇൻട്രസ്റ്റും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നീ അതിട്ടോണ്ട് നടക്കുന്നത് മിഥുൻ. അത് തന്നെയാണ് സത്യവും. മേഘനയോട് എനിക്ക് യാതൊരു താല്പര്യമില്ലാന്ന് തെളിയിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഈ മാലയും മോതിരം ഊരി കളഞ്ഞാ മതിയോ? എന്നാ നീ ലൈനിൽ തന്നെ ഇരിക്കേ. ഇതല്ലേ ചെയിൻ? ദാ ഊരി.
കാലത്ത് ഇതിട്ടപ്പോ എന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഞാനൊരു ഔഷധ ചെടി കൊടുത്തയക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ അത് മിഥുന്റെ കയ്യിലുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. മേഘന എന്നോട് പറഞ്ഞായിരുന്നു ഇതെനിക്ക് ഇണങ്ങുന്നുണ്ടെന്ന്. ഓക്കെ, ഇതും അങ്ങ് അഴിച്ചു മാറ്റിയാൽ നീ എന്നെ വിശ്വസിക്കുമല്ലോ അല്ലേ? നിനക്കിപ്പോ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായടാ. അല്ലെങ്കിലും എനിക്കറിയാം. പക്ഷെ ചിലപ്പോഴൊക്കെ ആ സ്നേഹം മേഘനയിലേക്ക് ചായുന്നുണ്ടോന്ന് ചെറിയൊരു പേടി. അതുകൊണ്ടാടാ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ നിന്നോട് വഴക്ക് കൂടേണ്ടി വരുന്നത്. വാട്ട് ഈസ് ദിസ് മഞ്ജരി? മിഥുൻ, മിഥുൻ, പാമ്പ്, പാമ്പ്, പുറകില് പാമ്പുണ്ടടാ. വാട്ട്? മിഥുൻ, പാമ്പ്, അവിടെ പാമ്പുണ്ടടാ. മിഥുൻ, അവിടെ പാമ്പുണ്ട്. എവിടെ? മിഥുൻ, മിഥുൻ, മിഥുനേട്ടാ, 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 ഈ വീട്ടിൽ പാമ്പുണ്ടെന്ന് ഇത് നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മളത് ഒട്ടും കാര്യാക്കിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മിഥുനേട്ടാ, നിനക്കൊന്നും പറ്റില്ലടാ. നീ ധൈര്യമായിട്ടിരിക്ക്. മിഥുൻ, ജയേട്ടാ, വിവേക്, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. മിഥുന് പാമ്പ് കടിച്ചു. വിവേക്, പെട്ടെന്നൊരു ആംബുലൻസ് വിളിക്കടാ. ഇപ്പൊ വിളിക്കാൻ പറ്റില്ലമ്മേ. മിഥുൻ, മിഥുനേട്ടാ, ഈ വീട്ടിൽ ഇപ്പൊ എവിടുന്ന പാമ്പ് കയറി വന്നേ? ഇവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് അപ്പോഴേ നിതിൻ പറഞ്ഞതാ. നമ്മൾ ആരും അത് കാര്യമൊക്കെ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് തർക്കിച്ചോണ്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല. ആംബുലൻസ് വന്നത് ആരെങ്കിലും ചെന്നൊന്ന് നോക്ക്. വിവേക്, നീ ഫോൺ ചെയ്തോ? മിഥുനേട്ടാ, പേടിക്കാൻ പാടില്ല. ആംബുലൻസ് ഇപ്പൊ വരും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മോനെ കണ്ണടക്കല്ലേ. ആ ഔഷധ വേര് താഴെ വീണതുകൊണ്ട് അവനെ പാമ്പ് കടിച്ചത്. എത്ര വട്ടം ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലത് താഴെ കളയരുതെന്ന്. അതെ, ആംബുലൻസ് വന്നു. എണീക്ക് മോനെ. എഴുന്നേക്ക്. എഴുന്നേക്ക് മിഥുനേട്ടാ, പതുക്കെ. മാലി മോതിരം എങ്ങനെ അഴിഞ്ഞു വീണേ? മിഥുനേട്ടാ, ധൈര്യമായിട്ടിരിക്കെ. കുറച്ചു നേരം കൊണ്ട് ഹോസ്പിറ്റലിലെത്തും. മിഥുനേട്ടാ, കണ്ണടയ്ക്കാൻ പാടില്ല. എന്നെ ഒന്ന് നോക്ക്. മിഥുനേട്ടാ, ഉണർന്നിരിക്കുന്നവരെ ഒരാപത്തും ഉണ്ടാവില്ല. വിവേക്, എനിക്കെന്തോ വല്ലാണ്ട് പേടിയാവുന്നു. ഇനി എത്ര ദൂരം പോയാലോ ഹോസ്പിറ്റലിലെത്താ? നമ്മളിതേ ഇപ്പൊ എത്തും. ഏട്ടത്തി പേടിക്കാതിരിക്കും. വിലേട്ടാ, കണ്ണടക്കല്ലേ. കണ്ണു തുറക്കേട്ടാ. ജയേട്ടാ, എന്തോ എന്റെ മിഥുൻ മോന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു.
എല്ലാം നന്നായി പോവായിരുന്നു. പെട്ടെന്ന് എന്തിനാ അവൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? നീ ഒന്ന് പേടിക്കാതിരിക്കരുണിമേ, മിഥുനൊന്നും സംഭവിക്കില്ല. നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നിമേ. എന്താ പറ്റി വിവേക്? അറിയില്ല ഏട്ടത്തി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണടയ്ക്കാതെ നോക്കിക്കോണേ, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. മിഥുനേട്ടാ, മിഥുനേട്ടാ, എന്തു പറ്റിയേട്ടാ? ടയർ പഞ്ചറായി സാറേ. ഓ മൈ ഗോഡ്, പ്ലീസ്. മിഥുനേട്ടാ, മിഥുനേട്ടനൊന്നും സംഭവിക്കില്ല. മിഥുനേട്ടനോടുള്ള എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്തായാലും രക്ഷപ്പെടും. നമ്മൾ തമ്മിലുള്ള ഈ മാംഗല്യ ബന്ധം മിഥുനേട്ടനെ കാത്തോളുന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മിഥുനേട്ടാ, 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 ചേട്ടാ ഒന്ന് പെട്ടെന്നാവട്ടെ. എന്താ പറ്റി? ടയർ പഞ്ചറായി ഏട്ടത്തി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ പൊന്നു ചേട്ടാ ഒന്ന് പെട്ടെന്നാവട്ടെ. വിവേക്, മിഥുനേട്ടൻ എന്താ പറ്റിയ നോക്കി. ദേഹം മൊത്തം നീല കളറായല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു വിവേക്. ഓ മൈ ഗോഡ്, നീല കളറാവുന്നത് വിഷം ശരീരത്തിലേക്ക് പടർന്നു കയറുന്നുണ്ട്. മിഥുനേട്ടാ, കണ്ണ് തുറക്കം മിഥുനേട്ടാ. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു പോട്ടെ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ വിവേകാ സംസാരിക്കുന്നത്. ആ വിവേക്, പറയൂ. എവിടം വരെ എത്തി നിങ്ങള്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു ഡോക്ടർ, പക്ഷെ ആംബുലൻസിന്റെ ടയർ പഞ്ചറായി. വിവേക്, നമുക്ക് സമയം ഒത്തിരിയില്ല. താമസിക്കുന്നൊരു ആപത്താ.